പൊതുവേ എല്ലാ സൈറ്റിലും ചെറിയൊരു വിഷയമുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നെ എല്ലാ വർക്കും അപ്പോൾ ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് ഫ്ലോറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞ് പുട്ടി വർക്കും കഴിഞ്ഞ് ആ സമയത്തൊന്നും ഈ ഒരു പ്രശ്നം പൊതുവെ കാണാറില്ല. പിന്നെ ഉണ്ടായിരുന്നത് വെച്ചാൽ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് പെയിൻറ്റിങ് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം 1 ഇയർ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചെറിയൊരു ഡോട്ടായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. എല്ലാവർക്കും ഇത് മനസ്സിലാവും. പൊതുവേ എല്ലാ സൈറ്റിലും ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ഡോട്ടായിട്ട് വരും. അതിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് എയറോടിങ്ങന്മാരിങ്ങനെ പൊളിഞ്ഞ് ചില സൈഡിലൊക്കെ പോയി മൊത്തത്തിൽ റിമൂവ് പറഞ്ഞ് വെള്ളത്തിൻ്റെ കൂടുതൽ കണ്ടൻറ്റുള്ള മണ്ണുള്ള ഭാഗത്ത് പ്രത്യേകിച്ചേ ഇത്തോളം ഇന്നത്തെ ഒരു വർക്ക് നമ്മളെ സൈറ്റിലുള്ള വർക്ക് കിട്ടും. ആ വർക്ക് എന്ന് വെച്ചാൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു വിഷയം എല്ലാ വീട്ടിലും ഉണ്ടാവും. നമ്മളെ പുട്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് കഴിഞ്ഞ് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രശ്നം, അഥവാ പെയിൻറ്റും പുട്ടി ഒന്നായിട്ട് ഇങ്ങോട്ട് പൊളിഞ്ഞു പോകുന്നൊരു പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എന്ന ലെവലിലാണ് നമ്മൾ ഈ ഒരു സംഗതി നമ്മളെ സൈഡിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പൊതുവെ നമ്മളെ ഈ ചെങ്കലുണ്ടല്ലോ, ഈ ചെങ്കലിൽ മഴ സമയത്ത് വെള്ളം നല്ലോണം ഔട്ടറിൽ നിന്ന് കുടിക്കും. പിന്നെ ഇവിടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് വർക്ക് നമ്മൾ നടക്കും. ഇൻസൈഡ് റൂമിലേക്ക് ടൈല് മാർബിളിൻ്റെ പണി, അതേമാതിരി പ്ലാസ്റ്ററിങ്, ഈ വർക്കൊക്കെ നടക്കുമ്പോൾ നല്ലോണം നമ്മൾ നനയ്ക്കും ചെയ്യും. ഈ നനയ്ക്കുന്ന സമയത്ത് ഈ ചെങ്കലിൽ വെള്ളം കുടിച്ചിരിക്കുന്നുണ്ടാവും. ചെങ്കലിൽ വെള്ളം കുടിച്ച് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഒന്നും ഈ പ്രശ്നം വരില്ല. പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൗസ് വാമിംഗ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞാൽ വെയിലാണ് അടിക്കുന്ന സമയത്ത് എന്തുണ്ടാവും, ഈ പെയിൻറ്റും പുറ്റി ഒന്നായിട്ട് ചെറിയ ഡോട്ടായിട്ട് ഇങ്ങനെ ചില ഭാഗങ്ങൾ ഡോട്ടായിട്ട് ഇങ്ങനെ വരൽ തുടങ്ങും. ചിലയിടത്ത് നല്ലോണം പൊളിഞ്ഞ് പോരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ എല്ലാ സൈറ്റിലുണ്ട്. നമ്മളിപ്പോൾ ഓരോ സൈറ്റിലും പോകുമ്പോൾ കാണാൻ വെച്ചാൽ 90% സൈറ്റിലും ഇങ്ങനത്തെ ഒരു വിഷയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു മുൻകൂർ ജാമ്യം എന്നുള്ള ലെവലിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് സമയത്ത് നമ്മളെ ചെങ്കൽ നല്ലോണം ബ്രഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ കുഴപ്പമില്ല എന്നാണ് പൊതുവെ നല്ല അഭിപ്രായം. ഇപ്പോൾ നമ്മളെ സൈഡിലൊക്കെ പൊതുവെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സംഗതി. കാരണം പെയിൻറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വിഷയം വരുന്നത്. ഭയങ്കര വിഷമകരം ക്ലീനിങ്ങിനൊക്കെ പൊതുവെ വൃത്തിയാക്കി ബ്രഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വൃത്തിയാക്കി എടുക്കും കേട്ടോ. നമ്മൾ ബ്രഷ് ചെയ്തിട്ട് നല്ലോണം പൗഡർ റിമൂവ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്ലാസ്റ്ററിങ്ങിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ള് റിമൂവ് ചെയ്തെടുക്കും. റിമൂവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യേണ്ടത്. 2 കോട്ട് ചെയ്യണം, എന്നാലേ അതിന് കാര്യം ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് കോട്ട് കാരണം ഇതിൻ്റെ ഈ ഒരു